എൻ്റെ പേര് എൽസി മാർട്ടിൻ. ഞാൻ മൂക്കന്നൂർ അങ്കമാലി മൂക്കന്നൂർ അട്ടാറ അൽഫോൻസാമ ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2/8/24 ഞാൻ നേരത്തെ ഉടമ്പടി എടുത്തതാണ്. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളത്തേക്ക് ഉടമ്പടിയിൽ നിന്നൊക്കെ മാറി. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മകളുടെ വിവാഹമാണ്. അവൾ ആദ്യമേ തുടങ്ങി കല്യാണം ആലോചിച്ചാൽ വേണ്ട വേണ്ട എന്നിങ്ങനെ പറയും. അത് പിന്നെ ഞാനിങ്ങനെ നിരന്തരം വന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കല്യാണം ഒരെണ്ണം ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ശരിക്കും മാതാവെ, ഞാൻ മാതാവിനോട് ഞാൻ ചെയ്ത തെറ്റിനൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞ് ഞാൻ നല്ല പൂർണ്ണമായിട്ടും മാതാവിനോട് ചേർന്ന് നിന്നോളാം എന്നൊക്കെ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കുകയും കല്യാണം നടക്കാനായിട്ട് അവളുടെ മനസ്സമ്മതം നടക്കേണ്ട മനസ്സമ്മതത്തിൻ്റെ ഞങ്ങൾ പന്തൽ ഇതിന് മണ്ഡപം ഏൽപ്പിക്കാനായിട്ട് എനിക്ക് 2 മക്കളാണ്. അതിൽ മൂത്തവൻ അവൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ മണ്ഡപത്തിന് പന്തൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പന്തൽ ഏൽപ്പിക്കാം, മണ്ഡപം ആരെയും ഏൽപ്പിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ മണ്ഡപത്തിൻ്റെ പണിയാണ്, കൂട്ടുകാരനെ ഏൽപ്പിക്കുകയാണെങ്കിൽ പൈസ കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെയാണെങ്കിൽ മോനെ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ ഏൽപ്പിച്ചു. കൂട്ടുകാരൻ എയർപോർട്ടിൽ വണ്ടി ഓടിക്കുന്ന ഇതാണ്. അന്ന് ഇതിന് വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് വന്നു. ഇവിടെ വന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് നേരത്തെ കൂട്ടി മണ്ഡപം ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവനൊരു ചാരായ പ്രതിയുടെ കൊലക്കേസിൽ പ്രതിയായി. അങ്ങനെ ഇവൻ ആ ആഴ്ചയിലൊന്നും ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞു. ബുധനും കണ്ടില്ല, വ്യാഴവും കണ്ടില്ല. വെള്ളിയാഴ്ച ആയപ്പോൾ ഇവനെ കാണാതെ ആയപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തേ പന്തലിടാൻ വരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയണത് അവൻ ഒരു കൊലക്കേസിൽ പ്രതിയാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു വെച്ചും. അപ്പോൾ അത് വിളിച്ചത് മകനാണ്. ലാസ്റ്റ് കോള് വന്നത് അവൻ്റെ പേരിൽ വന്നതുകൊണ്ട് പോലീസുകാർ വന്ന് അന്വേഷണം വന്നത് എൻ്റെ മകനിലേക്കാണ്. അപ്പോൾ കല്യാണം 7-ാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവിൻ്റെ ഈ മാസം തന്നെ എനിക്ക് നടത്തി തരണേ മാതാവേന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതുകൊണ്ട് എല്ലാവരുടെയും ഇത് ഒത്തു വന്ന് ഈ മനസ്സമ്മതം നടക്കേണ്ട അന്നാണ് ഈ കേസ് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി പോലീസുകാർ മിക്കവാറും ഈ ദിവസങ്ങളിൽ ഇവിടെ വരും. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചത് ലാസ്റ്റ് കോള് എൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഇനി എന്ത് ചെയ്യും, ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോയി ആകെ പ്രശ്നമാവും. അപ്പം ഇനി എന്താ, ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അമ്മ തന്നെ ഒന്ന് ഇടപെടണം കേട്ടോ എന്നും പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പള്ളിയുടെ പാരിഷ് ഹാളിലാണ് കല്യാണത്തിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്തായിരുന്നത്. അപ്പോൾ അവിടെയാണ് മണ്ഡപത്തിൻ്റെ കാര്യം അവർ നോക്കാമെന്ന് പറഞ്ഞതും വന്നില്ല. ഞാൻ എന്നിട്ട് അവിടെ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അതിന് ചുറ്റും മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഒരു പോലീസോ ഒന്നും വന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ മാതാവേന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ മനസ്സമ്മതം നല്ല ഭംഗിയായിട്ട് നടന്നു. അതിനു വേണ്ടി എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല, 10 പൈസ ഉണ്ടായില്ല. അപ്പം ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ എന്നോട് ചോദിച്ചു എന്താ ചെയ്യണേ ചേച്ചി, കല്യാണത്തിന് മോൾക്ക് എന്താ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ആകെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേച്ചി ഇങ്ങനെ എല്ലാവരോടും ഒന്ന് പറയ്, അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കും എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ മോൾക്കൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ ശരിക്കും അവളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ഒരു ഇത് എൻ്റെ കയ്യിലുള്ളൂ, അന്ന് അതിനു വേണ്ടി ഇനി എന്നും ചെയ്യാൻ എൻ്റെ കയ്യിലില്ല, ആരുടെ മുമ്പിലും ചെന്ന് ചോദിക്കാനും എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മാതാവ് ശരിക്കും ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഇത് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്താണ് ആഗ്രഹിച്ചത്, മോൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, അത് ആ നേരത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർണ്ണമായിട്ടും പൈസയായിട്ടും എനിക്ക് ഒത്തിരി ആൾക്കാർ എന്നെ സഹായിച്ചു. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല, എനിക്കറിയാത്ത ആൾക്കാർ പോലും എൻ്റെ കയ്യിൽ, ഞാൻ എഴുതി വെച്ചതും അങ്ങനെ തന്നെയാണ്, കാനായിലെ കല്യാണം പോലെ എൻ്റെ മകളുടെ വിവാഹം നടത്തി തരണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഭംഗിയായിട്ട് മകളുടെ കല്യാണം നടന്നു. സ്വർണ്ണമായിട്ടും സാമ്പത്തികമായിട്ടും എന്നെ ഒത്തിരി ആൾക്കാർ സഹായിച്ചു. നല്ല ഭംഗിയായിട്ട് ആ വിവാഹം നടന്നു. ഇത് നടന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെയും
ഈ പോലീസിൻ്റെ ഇത് ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ ഉള്ളിൽ ആദ്യമാണ്. ഒരാളെ പോലും വിളിക്കാനോ ഒന്നും അവരോട് സംസാരിക്കാനോ പറ്റണില്ല. കാരണം എപ്പോഴാണ് ഏത് നേരത്തെ പോലീസുകാർ വരണേന്ന് അറിയില്ല. ആ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞു, അപ്പോൾ പോലീസുകാരൊന്നും വന്നില്ല. അപ്പോൾ ചൊവ്വാഴ്ച എന്നോട് മോൻ പറഞ്ഞു മിക്കവാറും ഈ ദിവസങ്ങൾ വരും എന്ന് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി എൻ്റെ മക്കളെ വിവാഹം മുടക്കല്ലേ മാതാവേന്ന് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച ഒരു 2:30 ആയപ്പോൾ അവർ വന്നു, പോലീസുകാർ വന്നു. ഇവൻ്റെ പേര് ചോദിച്ചു. അപ്പം ഞാനാണ് ഫ്രണ്ടിൽ നിന്ന്. ഞാൻ ചെന്ന് വാതിൽ പറഞ്ഞു ഇത് ഇന്നാക്കടെ വീടല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അവനെന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് കടന്നു. അവർ വേഗം വാതിലടച്ചു. അകത്ത് എൻ്റെ മകനും മകളും മോളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വാതിലടച്ച് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് മാതാവിനോട് പറഞ്ഞു. അപ്പം ഞാൻ ഫ്രണ്ടിൽ തന്നെ മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്, അതും തൊട്ട് പ്രാർത്ഥിച്ചു. മാതാവ് എന്ത് വന്നാലും അമ്മ തന്നെ താങ്ങണം കേട്ടോ, എനിക്ക് ആരുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവർ വേഗം പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അമ്മച്ചി, അവൻ സഹകരിച്ചാൽ എത്രയും പെട്ടെന്ന് വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവർ കൊണ്ടുപോയി. ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ചയായിട്ടും വിട്ടിട്ടില്ല. അപ്പം ഞാൻ മാതാവിനെ എന്ത് ചെയ്യും, മോനെനിക്ക് വന്നിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ എന്നും 2:30 ആകുമ്പോൾ ഞാൻ കൊന്തെത്തിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാ ജപമാലയും ചൊല്ലി പ്രകാശത്തിൻ്റെ രഹസ്യത്തിൻ്റെ 2ാമത്തെ രഹസ്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മോൻ്റെ ഒരു സൗണ്ട് പോലും എനിക്ക് കേൾക്കാൻ പറ്റണില്ല, എന്തായെന്ന് എനിക്കറിയില്ല, അമ്മ ഒന്ന് ഇടപെട്, ഞാനിനി എന്താ ചെയ്യേണ്ടത്. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ആ രഹസ്യം തീർന്നേക്കാൻ മുമ്പ് എൻ്റെ ഫോണിൽ കോള് വരാണ്. അമ്മച്ചി ഇവൻ്റെ ഫോൺ നമ്പർ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് സമാധാനമായി. അപ്പം ഞാൻ പറഞ്ഞു മോനെ എന്താ അവർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ 5:30 ഇന്ന് വൈകിട്ട് 5:30 അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എന്തായാലും അമ്മ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മാതാവിനെ വിളിച്ച് ശരിക്കും പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരമായപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ അപ്പോഴേക്കും എൻ്റെ ചേട്ടൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇവനെങ്ങനെ പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മോനായിട്ട് ഇടപെട്ട് വേഗം സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ച് ഇവൻ ഈ പ്രതി വേഗം ഒളിവിൽ പോയി. അപ്പോൾ ഇവനെ കിട്ടിയില്ലെങ്കിൽ പ്രതിനെ കിട്ടിയില്ലെങ്കിൽ അവന് പകരം അകത്തിടുമെന്നാണ് പറഞ്ഞായിരുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്നേച്ചും ശരിക്കും പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ അവനൊരു മാനസാന്തരം വന്ന് എത്രയും പെട്ടെന്ന് പിടി കൊടുക്കണേന്ന് പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരം ശരിക്കും അവനെ ഇങ്ങനെ പിടികിട്ടി ഇവനെ വിട്ടുകയും ചെയ്തു. അങ്ങനെ അവൻ പോന്നെങ്കിലും ഇപ്പോഴും കേസ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിനെ കിട്ടിയിട്ടില്ല, അത് കേസിലാണ്. എന്നാലും മോന് 13 പേര് പ്രതികളായെങ്കിലും ബാക്കി എല്ലാവരെയും അകത്തിട്ടെങ്കിലും എൻ്റെ മോനെ വെറുതെ വിട്ടു. കേസ് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കല്യാണം നടന്നു, ഭംഗിയായിട്ട് കല്യാണം നടന്നു. അത് കഴിഞ്ഞ് മോൾക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ ഞങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് എൻ്റെ മോള് വിവാഹം വേണ്ട എന്ന് പറഞ്ഞത്. കാരണം എൻ്റെ ഭർത്താവ് നല്ല മദ്യപാനിയായിരുന്നു, എന്നും വീട്ടിൽ അടിയും ബഹളമാണ്. ഇത് കണ്ടിട്ടാണ് അവൾ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ ഒരു ജീവിതം പോലെ എൻ്റെ മോൾക്ക് ആവല്ലേ മാതാവേ, നല്ലൊരു കുടുംബം കിട്ടണേ. ഞങ്ങൾ സാധാരണക്കാരാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് അവൾക്കൊരു നല്ല വീടും നല്ലൊരു പയ്യനെയും സൗന്ദര്യമുള്ളൊരു പയ്യനെയും നല്ല ജോലി. ഞാൻ എന്ത് വിചാരിച്ചോ അതിലപ്പുറമാണ് അവൾക്ക് കിട്ടിയേക്കണ കുടുംബം. നല്ല വീട്ടിൽ ഒരു നല്ല പ്രാർത്ഥന ഇതുള്ളതും നല്ലൊരു അപ്പച്ചനും അമ്മച്ചിയും നല്ല ഒരു മകനും തന്ന് മാതാവ് അനുഗ്രഹിച്ചു. എഴുതിയിട്ടത് എന്താണോ അതിലപ്പുറം എനിക്ക് മാതാവ് നടത്തി തന്നു. അതിൽ ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരാനായിട്ട് വഴി ഉണ്ടായില്ല. ഒരു 10-30 വർഷത്തിൽ കൂടുതലായി ഞങ്ങളവിടെ താമസിക്കുന്നെങ്കിലും വഴിയുടെ പേരും പറഞ്ഞ് എന്നും അഴക്കും ഒച്ചപ്പാടും ബഹളമാണ് ബന്ധുക്കളായിട്ട്. പക്ഷേ ഈ കല്യാണത്തിനോടനുബന്ധിച്ച് എല്ലാം വന്നത് ആ ഒറ്റ ആഴ്ച കൊണ്ടാണ്. ഈ പോലീസ് കേസും ഈ വഴിത്തർക്കവും ബഹളവും ഒക്കെ വന്നെങ്കിലും എല്ലാവരുടെയും എൻ്റെ പ്രാർത്ഥനയും മാതാവ് ശരിക്കും അനുഗ്രഹിച്ച് ഇടപെട്ടതിൻ്റെ പേരിൽ എനിക്ക് 8 കോല് വഴി ഉണ്ടായുള്ളെങ്കിൽ അത് നല്ല വീതിയിൽ 9 കോലിലധികം വഴിയിട്ട് തന്ന് അത് അനുഗ്രഹിച്ച് ഞങ്ങളുടെ വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി
സമാധാനമായിട്ട് പോകുന്നു. അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുത്തെ തൈലം ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്, അപ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുക്കും, പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു അമ്മാമ്മയുണ്ട്. ആ അമ്മാമ്മയ്ക്ക് എപ്പോഴും പ്രാർത്ഥനയും ഇതൊക്കെയാണ്. അപ്പോൾ പത്രം കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും, പത്രം കിട്ടിയില്ലേന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പത്രം കൊണ്ട് കൊടുക്കും, ഉപ്പ് കൊടുക്കും. അമ്മാമ്മ ഉപ്പ് കഴിച്ച് എൻ്റെ വയറുവേദന മാറിയതായിട്ട് എന്നോട് എപ്പോഴും പറയും. മോള് സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കാര്യം ഒന്ന് പറയട്ടോ എന്ന് പറയും. പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി പള്ളി പോകാനായാലും ബൈബിൾ വായിക്കാനായാലും ഒന്ന് കുമ്പസാരിക്കാനായാലും ഭയങ്കര മടിയൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. വീട്ടിലും സമാധാനമായിട്ട് പോകണം. എൻ്റെ മോനൊരു വിശ്വാസമൊന്നുമില്ലാത്ത വ്യക്തിയായിരുന്നു. അവനും ഇവിടെ വന്ന് ഈ ഒരു കേസിനോടനുബന്ധിച്ച് അവനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു വിശ്വാസത്തിലൂടെ പോകുന്നു. ഇപ്പം യോഹന്നാൻ്റെ വിശുവിശേഷം 1:18 സാക്ഷാൽ ദൈവം തന്നെയായ തൻ്റെ ഏകജാതനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ തൻ്റെ സമയം വന്നപ്പോൾ, ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയം വന്നപ്പോൾ അമ്മ ഈശോയോട് പറയുന്ന വചനമാണ്, മകനെ അവർക്ക് വീഞ്ഞില്ല. മനുഷ്യ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മകനോടുള്ള ഈ ഒരു പറച്ചിൽ, അതായത് നമ്മുടെ കുടുംബത്തിൽ എന്താണോ കുറവ് അത് അമ്മ കാണുകയും അമ്മ പറയുകയും ചെയ്യുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാനായിലെ കല്യാണ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു എന്നും പിന്നീട് അവിടെ അവർക്ക് അപമാനമാകാമായിരുന്ന ആ ഒരു വലിയ അപമാനത്തെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തൻ്റെ സമയമാകാതിരുന്നിട്ടും അതിന് നിനക്കും എനിക്കും എന്ത് എന്നൊക്കെയാണ് ഈശോ ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ ഉടനെ അതൊക്കെ ചെയ്യാം ഇങ്ങനെയൊന്നും ഈശോ പറയുന്നില്ല. പക്ഷേ അമ്മ പിന്നീട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നീട് അവിടെ നാം കാണുന്നത് അവിടെ പച്ചവെള്ളം അത് പുതുവീഞ്ഞായി മാറുന്നതാണ്. തൻ്റെ മകളുടെ വിവാഹത്തിന് തന്നെ ഇഷ്ടമില്ലാതിരുന്ന ആ മകളുടെ വിവാഹകാര്യം അടുത്തപ്പോഴാണ് പിന്നീട് മകൻ കേസിൽ പ്രതിയാകുന്നത്. അത് ആ മകന് യാതൊരു അറിവുമില്ലാത്ത കാര്യം. എന്നാൽ ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നത് നാം കേൾക്കുമ്പോൾ ഇതൊക്കെ ഈ മകളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ ഒരിക്കൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി നന്നായിട്ടങ്ങ് ഉഴപ്പി എന്നാണ് പറയുക. വീണ്ടും ഓടി വരുന്നത് ഈ സവിധത്തിലേക്കാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട VP ജോസഫച്ചൻ പറയാറുണ്ട്, നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന അന്ന് പോലെ മാറ്റരുത് ഉടമ്പടി. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അതിനോടൊരു താല്പര്യമില്ലാതെ വരുന്നു, അല്ലെങ്കിൽ ഒരു ടാറ്റ ഗുഡ് ബൈ ഉടമ്പടി. അങ്ങനെയാകരുതെന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫച്ചൻ പറയാറുള്ളത്. ഇവിടെ താനിവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി അമ്മയോട് മാപ്പ് പറയുന്നുണ്ട്. അല്ല, ഇനി അമ്മ ഇടപെട്ടില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. പിന്നീട് തൻ്റെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റം, തനിക്ക് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഇതിനൊന്നും സമയമെടുക്കാനില്ലായിരുന്നു. തനിക്ക് തൻ്റെ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് മുമ്പോട്ട് പോയിരുന്ന മകള് ഇന്ന് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, അതുപോലെ ഓരോ ചെറിയ കാര്യം പോലും വിട്ടുപോകാതെ താൻ അവർക്ക് വേണ്ടി സമയമെടുക്കുവാനും തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് കൂദാശ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാനും തുടങ്ങി. പിന്നീട് മകൻ കേസിൽ നിന്ന്, അതായത് മകനെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഈ മകൾ പറയുന്ന സമയത്തിനൊക്കെ തന്നെ അമ്മ ഇടപെടുന്നതാണ്. അവിടെ ഈ മകൾ വേറെ ആരോടും പറയുന്നില്ല. തൻ്റെ മകളുടെ വിവാഹകാര്യം, അതിന് പൈസയൊന്നുമില്ല, ആരോടും ഓടി നടന്ന് പറഞ്ഞില്ല. പറഞ്ഞതൊരാളോട് മാത്രം. അത് പറയാനുള്ള ആയുധമാണ് ജപമാല. ആ ജപമാല പ്രാർത്ഥനയിലൂടെയാണ് ഈ മകള് തൻ്റെ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ പിന്നെ ഈശോയുടെ അടുത്തേക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ ഫയൽ അമ്മ കൊണ്ടുപോവുകയാണ്, ഈ കുടുംബത്തിൻ്റെ ഫയൽ. അങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നു. മകൻ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ ജപമാല മണികളിൽ ഈ അമ്മ പറഞ്ഞു, അമ്മേ, എൻ്റെ മകൻ്റെ സ്വരം പോലും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞതേ ആ ക്ഷണം
അവിടെ മൊബൈൽ അടിക്കുന്നു. മകൻ അമ്മയോട് സംസാരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ജയിലിൽ നിന്ന് വരികയാണെന്ന് പറയുന്നു. വിവാഹം നടക്കാനും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകുന്നു. താൻ ഉപ്പ് വിതറി, വെഞ്ചരിച്ച ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിനും ഒരു കുറവും വന്നില്ല. എല്ലാം താൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് അമ്മ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചു. ഒന്നിനും ഒരു കുറവുണ്ടായില്ല. ഏറ്റവും നല്ല ഒരു ബന്ധം തന്നെ തൻ്റെ മകൾക്ക് ലഭിച്ചു. ഇതൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ കേസിലായ മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത മകനാണെന്നും ആ മകനും എത്രയും പെട്ടെന്ന് തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് വരുന്നുണ്ടെന്നുമൊക്കെ ഈ അമ്മ തന്നെയാണ് ഇവിടെ നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അമ്മയുടെ പ്രാർത്ഥന ഇന്നും വിശേഷവിധിയായിട്ട് അമ്മ എങ്ങനെയാണ് തുടർന്നു കൊണ്ട് പോകുന്നത്. നമ്മുടെ കൺമുൻപിൽ നാം കാണുന്ന കാര്യങ്ങളാണ്, അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അമ്മ ഇന്നിവിടെ തന്നെയുണ്ട്. അതായത് നമ്മൾ വണ്ടി മേടിച്ചാൽ മാത്രം പോരാ, ഡ്രൈവിംഗ് പഠിക്കണം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തന്നെയാണ് ഉടമ്പടി ധ്യാനത്തിൽ ഇത് പറഞ്ഞത്. ഉടമ്പടി എടുത്തത് കൊണ്ടായില്ല, ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി ജീവിക്കുമ്പോൾ മാത്രമാണ് അമ്മ നമ്മുടെ കാര്യത്തിൽ ഇടപെടുക. അത് കറക്റ്റ് തന്നെയാണ്. അല്ലാതെ നാം ഏതെങ്കിലും രീതിയിൽ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് വീട്ടിൻ്റെ മൂലയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്. നാം ഉടമ്പടി ജീവിക്കണം. അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. ഈ മകളുടെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോഴാണ്, അതായത് തൻ്റെ ജീവിതത്തിലെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ വളരെ തീക്ഷ്ണതയോടെ ചെയ്യുവാനും ആത്മീയ വളർച്ചയിൽ തനിക്ക് തന്നെ മാറ്റം വന്നപ്പോഴാണ് LC മാർട്ടിൻ്റെ വീട്ടിലേക്ക് അമ്മ കടന്നു ചെല്ലുന്നത്. അവിടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.